ആഷിക്ക്, ഇവിടെ തിരുവനന്തപുരം ജയിലിൽ നിന്ന് കുറേ ആളുകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞങ്ങളെ തുറന്നു വിടണം, ഞങ്ങളെ രക്ഷിക്കൂ, സർക്കാർ ഞങ്ങളെ അവഗണിക്കരുതേ, പാർട്ടി ഞങ്ങളെ അവഗണിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ ഒച്ചയുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ED ആക്രമിച്ച കേസ്, പിണറായി വിജയൻ്റെ, നമ്മളുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിന് റെയ്ഡുമായി എത്തിയ ED ഉദ്യോഗസ്ഥരെ കൊല്ലാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൻ്റെ പേരിൽ വധശ്രമമാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്, അപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് അപ്പോൾ ED തൊട്ടവരെയൊന്നും ഇവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ED തൊട്ട് കൈകൊള്ളിയ സഹാക്കൾ ഇപ്പോൾ ജയിലിൽ കിടന്ന് മുറവിളി കൂട്ടുകയാണ്. ഇപ്പോൾ ഇനി ഇവരെ രക്ഷിക്കാൻ പാർട്ടിയോ നേതാക്കളോ ഒന്നും വരില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഹൈക്കോടതിയിലേക്കുള്ള നീക്കം. ഇപ്പോൾ 60 ദിവസത്തോളമായി വിപ്ലവീര്യം മുറുകെ ജയിലിലേക്ക് പോയ സഖാക്കളുടെ ആ ഒരു ഊർജ്ജം മുഴുവൻ ചോർന്നു പോയിട്ട് ഇപ്പോൾ അവർ ഇതുവരെയായിട്ട് വിശ്വസിച്ചിരുന്നു ആരെങ്കിലും നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴുതിലൂടെ നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും, നമ്മളെ രക്ഷിക്കാതെ സഹാക്കൾ അവിടെ എന്തെടുക്കുകയാണെന്നുള്ള ഒരു രീതിയിലുള്ള അവരുടെ ആ ഒരു പാർട്ടിയിലുള്ള വിശ്വാസം എല്ലാം ചോർന്നു പോയതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് അപേക്ഷയായിട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ 60 ദിവസത്തിലേറെയായി ഞങ്ങളെ പിടിച്ചകത്തിട്ടിട്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, ഈ അറസ്റ്റ് അതായത് ഞങ്ങളെ പിടികൂടിയത് കാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിച്ചല്ല, കൂടാതെ ഈ TV-യിൽ വന്ന വിഷ്വൽസ് കണ്ടിട്ടാണ് ഞങ്ങളെ പിടിച്ചകത്താക്കിയത്. ഈ TV-യിൽ വന്ന വിഷ്വൽസ് എന്താ, ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചു നിന്ന വാഹനത്തെ ഇഷ്ടികൊണ്ടും കമ്പിയൊടി കൊണ്ടും ഇരുമ്പോടി കൊണ്ടും അടിച്ചു തകർക്കുന്ന CPM പ്രവർത്തകരെയാണ് ഈ ഓരോ ചാനലുകളും മാറി മാറി ഫ്ലാഷ് ന്യൂസ് എന്നുള്ള നിലയ്ക്ക് വിഷ്വൽ കാണിച്ചത്. ആ വിഷ്വലും അതുമാത്രമല്ല, പോലീസുകാർക്ക് കണ്ടാൽ അറിയാവുന്ന ഒരു പ്രതികളെ എന്ന നിലയ്ക്കുമാണ് 10-20ഓളം പേരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് പേരാണ് പറയുന്നത് തങ്ങളെ ഈ ഒരു കേസിൽ പെടുത്തിയതാണ്, അല്ലാതെ ഞങ്ങൾ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യമാണ്, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന രീതിയിൽ ED-യെ ഒഴിവാക്കി, അതായത് ED-യെ പക്ഷത്തെ ഒന്ന് ഒഴിവാക്കി അവരറിയാതെയാണ് ഈ ഒരു അപ്പീൽ അർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ED അറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ED നമ്മുടെ തിരുവനന്തപുരത്ത് കോടതിയിൽ ED കേസുമായിട്ട് ഭാഗമായിരുന്നു, അതായത് കേസ് ഭാഗമായിരുന്നു. ഇപ്പോൾ ഇനി ഇതിനെതിരെ കൊടുക്കാൻ പോകുമ്പോഴും ED-യുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം, അതായത് വളരെ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ആ ഒരു ജയിലിൽ തുടരേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ കൂടാതെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കാനും അല്ലെങ്കിൽ ആ ഒരു പൊതുമുതൽ നശിപ്പിക്കാനും വധശ്രമത്തിനും കാര്യത്തിനും ഇവർ മുതിർന്നത്. അപ്പോൾ ഇവരെ ഈ ഒരു കേന്ദ്ര സർക്കാർ ഏജൻസി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ കേന്ദ്രവും കേരളവും കൂടെ സഖാക്കൾക്കിട്ട് ഒരുമിച്ചങ്ങ് പണി കൊടുത്തോ എന്നൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സർക്കാർ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചാൽ ഇവർക്ക് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിപ്പോൾ ഈ ED ഉദ്യോഗസ്ഥരെ ഇത് അറിയുകയും ചെയ്തു. ഇപ്പം ഇവരും ഇതുമായി കൃത്യമായ നടപടി മുന്നോട്ട് പോയാൽ സഖാക്കളുടെ കാര്യം കഷ്ടമാവില്ലേ? അത് പണി കിട്ടിയതല്ലോ, ചോദിച്ചു വാങ്ങിയതല്ല. അത് ആകാശത്തോടി പോയ ഏണി തിരിച്ച് ഏണി വെച്ച് പിടിച്ച് വാങ്ങിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വന്നു കയറിയതല്ല, പിടിച്ച് ചോദിച്ച് വാങ്ങിയതാണ് എന്ന് വേണം പറയാൻ. ഇപ്പോൾ സമാധാനപരമായ ആ ഒരു പ്രതിഷേധം, അതായത് 1-2 മുദ്രാവാക്യത്തോടെ തീർക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടിരുന്ന പ്രതിഷേധം ആ ഒരു 2-3 വെഹിക്കിൾ തല്ലിപ്പൊളിച്ച്, കൂടാതെ ഉദ്യോഗസ്ഥർക്ക് എതിരെ അവരെ ആക്രമിക്കുന്ന രീതിയിൽ ഒരാൾ ഹർജി കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് കാര്യമായിട്ടുള്ള ഒരു മർദ്ദനം ഒന്നും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല, 1-2 ചെറിയ മുറിവുകളേ ഉള്ളൂ, ചെറിയൊരു പോറലൊക്കെ ഉള്ളൂ, അതൊന്നും വലിയ ഈ മരിക്കാൻ വലിയ കാരണമൊന്നുമില്ല, അതൊന്നും വധശ്രമത്തിൽ പെടുത്താൻ പറ്റൂല, അതെ ചെറിയൊരു പോറലല്ലേ ഉള്ളൂ, ഇതൊന്നും വലിയ കാര്യമുള്ളതൊന്നുമല്ല, ഇതിനൊന്നും വധശ്രമം കൂട്ടാൻ പറ്റൂലെന്നാണ് ഒരാൾ കൊടുത്തിരിക്കുന്ന ഹർജി. ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഈ പാർട്ടി നേതാക്കൾ ഇവർക്ക് മുദ്രാവാക്യവും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം ക്യാപ്സ്യൂളുകളെല്ലാം പടച്ചിറക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവരുടെയും അകത്തുള്ളവരുടെയും ആത്മവിശ്വാസം ചോർന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ജാമ്യം വേണമേ എന്നുള്ളൊരു അപേക്ഷയുമായി സഹാക്കളുടെ ആ ഒരു ഇടപെടൽ. അതുമാത്രമല്ല വിഷ്ണു, മുൻ സർക്കാരിൻ്റെ കാലത്ത് അവരുടെ കേസുകൾ ബാധിച്ചിരുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു
കൂട്ടം അഭിഭാഷകരുണ്ട് ഇവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നുള്ള അപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തിയത്. അതായത് ഈ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്കെതിരെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനെതിരെ വന്നിരിക്കുന്നത് മുൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു കൂട്ടം അഭിഭാഷകരാണ്. ഈ ഒരു കൂട്ടം അഭിഭാഷകരാണ് ഇപ്പോഴത്തെ ഈ ഒരു പാർട്ടിയുടെ ആകെയുള്ളൊരു പിടിവള്ളി. അത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്രൂരമായിട്ടാണ് അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടാണ് അവിടെ ആ ഒരാളുകൾ അല്ലെങ്കിൽ അവിടെ പ്രതിഷേധം നടക്കുന്നത്. അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ ശരിക്കും? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ED ഉദ്യോഗസ്ഥരെ മനുഷ്യരെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതല്ലേ ഇവിടെ ആക്രമിക്കുന്നത്. ആ കാറ് തല്ലിപ്പൊളിക്കുന്നതും ഇഷ്ടിക കൊണ്ടാണ് ആ കാർ അടിച്ചു പൊളിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇവർക്കത് സാധിക്കുന്നത്? ശരിയാണ്, ഇവിടെ ED വരുന്നു, ഇതവരുടെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവർ വന്നിട്ട് റെയ്ഡ് ചെയ്യുന്നു, അവർ പോകുന്നു. എന്നാൽ സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധം ഇവർക്ക് നടത്താമായിരുന്നു. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? വളരെ അക്രമാസക്തമായ ഒരു വലിയ പ്രതിഷേധം തന്നെ അഴിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ഇത് ചോദിച്ചു മേടിച്ച പണിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് കൃത്യമായിട്ട് അവർ അത് അർഹിക്കുക തന്നെ വേണം. പിന്നെ ഈ സർക്കാരിന് ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ഇവർക്ക് വേണ്ടി എത്തുന്നത് ഈ ഹൈക്കോടതിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു വക്കീൽ തന്നെയാണ്. അതെ, എണ്ണം പറഞ്ഞ വക്കീലാണ്. ചില സിനിമകളിലൊക്കെ പറയുകയല്ലേ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി അവൻ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരും എന്ന്. അതുപോലുള്ള ഒരു കൂട്ടം അഭിഭാഷകരാണ് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇവർക്കുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ ഈ ഏണി പിടിക്കുന്നതിന് മുമ്പ് ഏണി പിടിച്ചവനൊന്ന് ആലോചിക്കണം, ഏണി പിടിച്ചോടാന്ന് പറയുന്നവൻ എവിടെയായിരുന്നു എന്ന്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, റഹീം അതുപോലുള്ള പഴയ പുലികളായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പുലികൾ, അല്ലെങ്കിൽ ഇപ്പോൾ നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന നേതാക്കളെല്ലാം ഒരു തണലത്തേക്ക്, അല്ലെങ്കിൽ തണലത്ത് മാറി നിന്ന് ഈ ഒരു ഷോ ടിക്കറ്റ് ഇല്ലാതെ ഫ്രീ ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ലൈവ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടിച്ചു പൊളിച്ചോളാം, ബാക്കി എന്ത് നമ്മൾ നോക്കും, നമ്മുടെ പാർട്ടി ഉണ്ട് ഇവിടെ, എല്ലാത്തിനും നോക്കാമെന്നും പറഞ്ഞ് ഇവരെ കയറൂര് വിട്ടപ്പോൾ ഒരു 60-ാം പക്കം ഇതുപോലൊരു ട്വിസ്റ്റ് ഈ ഒരു പാർട്ടി നേതാക്കളും വിചാരിച്ച് കാണില്ല, ഒരുപക്ഷെ ഈ അടിച്ചു പൊളിച്ച നേതാക്കളും വിചാരിച്ച് കാണില്ല. ഉറപ്പായിട്ടും ഇതിപ്പോൾ നേതാക്കൾ ഇപ്പോൾ പുറത്തിങ്ങനെ നല്ല സുഖമായിട്ട് നിൽക്കുന്നുണ്ട്, എന്നാൽ അണികളെല്ലാം ഇപ്പോൾ അകത്തുമാണ്. അവരുടെ കാര്യം വളരെയധികം കഷ്ടമാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ്, ഇവർക്ക് ജാമ്യം കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വീഡിയോ വിഷ്വൽസ് കണ്ട ഒരാൾക്ക് എങ്ങനെയാണ് നീതിപീഠത്തിന് എങ്ങനെയായിരിക്കും ഇവർക്ക് ഒരു ജാമ്യം അനുവദിക്കാൻ പറ്റുക? അതിപ്പോൾ എത്ര വലിയ അഭിഭാഷകൻ വാദിച്ചാലും, എത്ര വലിയ തെളിവുകൾ നിരത്തി വാദിച്ചാലും, എത്രത്തോളം കേണപേക്ഷിച്ചാലും എങ്ങനെയാണ് ആ നീതിപീഠത്തിന് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒരു ജാമ്യം കൊടുക്കാൻ സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി തന്നെ കാണണം.